ആ എത്തിയ അച്ഛനമ്മ എനിറ്റാ അമ്മ അവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ലേ? ഞാൻ പുറത്തു പോയിട്ട് കഴിക്കുക. ഓക്കെ, അച്ഛമ്മാനെന്ന് പറഞ്ഞ പായസമുണ്ട്, മോടത്ത് കഴിച്ചേ ഇരുന്ന്. ഹായ്, പാൽപ്പായസം ഇതൊക്കെ എപ്പോ? ആരാ വിളിക്കണ ഈ സമയത്ത്? ഹലോ, ആ മച്ച. ഹലോ പറയ്. അച്ഛ അവിടെ എത്തിയെന്തേ? അയ്യോ, അത് ബ്രഹ്മരക്ഷസിന് കഴിച്ച പായസ, നമ്മൾ കഴിക്കാൻ പാടില്ല. അയ്യോ, അതാണ് അവൻ തെറ്റിട്ട് എടുത്തോളുന്നേ. നിങ്ങൾ കഴിച്ച? ഇല്ല കഴിച്ചിട്ടില്ല. കഴിക്കരുതിട്ടാ. ഇല്ല കഴിക്കില്ല. അയ്യോ അമ്മ, പായസം കഴിക്കരുതെന്ന് അമ്മച്ചൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത് കുടിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെന്തിനാ അവര് കുടിക്കണ്ടെന്ന്? ഇതിന്റെ പേരിൽ വല്ല ദോഷം ഉണ്ടാവാതിരിക്കാനോ? ഞാനാണെങ്കിൽ ഇത് കുടിക്കുകയും ചെയ്തു. ഇന്നാ മനയത്തെ ചേട്ടനൊന്ന് വിളിച്ചേക്കാലോ. വേണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, എന്നിട്ട് വിളിക്കാം. അതാണ് നല്ലത്. ഹലോ ഹലോ ചേട്ടാ, എവിടെയാ? ഹലോ മണി, എവിടെയാണ്? ഒരു അഡ്രസ് ഇല്ലല്ലോ. ചേട്ടാ, ഒരു കാര്യം പറയാണ്ട്. എന്താടാ, എന്താ കാര്യം? ചേട്ടാ, നിങ്ങളുടെ തറവാട്ടിലെ ബ്രഹ്മരക്ഷസിനെ കുറിച്ച് ചേട്ടൻ എന്തറിയാം? ആ ഉണ്ട്, ഞങ്ങളുടെ തറവാട്ടിലുള്ള ഒരു പഴയ കാരണവരാ. അയാള് പണ്ട് ഈ മന്ത്രവാദമൊക്കെ ആയിട്ട് ഒരുമാതിരി ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു. അയാൾ പിന്നെ മരിച്ചതിന് ശേഷം ഭയങ്കര ശല്യമായിരുന്നു ആളുടെ. എന്നിട്ട് ആള് ആവാഹിച്ചപ്പോഴാണ് ആള് ബ്രഹ്മരക്ഷസായി മാറിയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടെ ഭയങ്കര ശല്യ. എന്താ പ്രശ്നം? എന്താ ഷോർട്ട് ഫിലിം വല്ലതും ആണോ? അത് അതെ അതെ, ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാ. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഓക്കെ, ശരി. ശരി. അപ്പം ഇത് വിചാരിച്ച പോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ പേരിൽ ഇനി എന്ത് ദോഷം വന്നാലും ഞാൻ തന്നെ കേൾക്കണം.
ഓം ബ്രഹ്മാസ്മി. ഓം ബ്രഹ്മാസ്മി. ഓം ബ്രഹ്മാസ്മി. ഓം ബ്രഹ്മാസ്മി. ജുഡല ജുഡല ഘോര ഘോര ധൃതിദയ ബ്രഹ്മാസ്മി.